സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം. അത്രേ ഉള്ളൂ. ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. ഒരു ശകാലം മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പണം എന്തിനാകും? തിന്നാൻ, നല്ലോണം രസിച്ച് സുഖിച്ച് തിന്നാൻ. അല്ലാതെ താജ്മഹാൽ പണിയാനൊന്നുമല്ല. നല്ല കാശാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിക്കാവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നോളാം അല്ലേ? ജോലി ഉണ്ടാവാന്നുള്ളതല്ലേ പ്രധാനം. അതെന്തായാലും എന്താ ഉണ്ണുന്നത് ഒരു ജോലിയാ. പച്ചവരുണ്ടോ? അവിയലുണ്ടോ? അമ്മച്ചി അടിപൊളിയായിരുന്നിട്ടാ. ഇനി വരട്ടാ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും. ഞാൻ സുനിൽ സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള നിസ്സാരായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കത്തില്ലേ? പാർട്ടി വേണോ സാറേ? പാർട്ടി വേണോ? വേണം. സാറിന് ഡാൻസ് കളിക്കണം. നമ്മളിവിടെ ഇറങ്ങി